കേരളത്തിൽ ഇപ്പം വന്നിട്ടൊരു 6 years ആയി. ഇവിടെ എന്താണ് കേരളത്തിൽ what do you love the most എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് ട്രിവാൻഡ്രം തന്നെ ഇഷ്ടമായി. സ്ഥലമാണ് ഇഷ്ടം. കേരളത്തിൽ എന്ത് കാര്യം കൂടുതൽ ഇഷ്ടം? കേരളത്തിൽ കൂടുതൽ ഇഷ്ടം ഗ്രീനറിയാണ്. ഗ്രീനറി. പിന്നെ കുറെ അമ്പലമുണ്ട്. ഞാൻ അമ്പലത്തിന്റെ ആളാണ്. എവിടെ പോയാലും അമ്പലത്തിൽ കയറും. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രിവാൻഡ്രത്തില്. ട്രിവാൻഡ്രത്തിനല്ല, കേരളത്തില് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വൈബൊക്കെ. ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമാണോ? ആ കാര്യം പറയണം. എന്റെ വീട്ടിലായാലും എന്റെ വീട്ടിൽ ഞാൻ തേങ്ങ ചേർത്താൽ ഫുഡ് കഴിക്കൂല. എനിക്ക് 2 ചേച്ചിമാരുണ്ട്. പിന്നെ അവരൊക്കെ കുഴപ്പമില്ല, അവരൊക്കെ അമ്മ ഉണ്ടാക്കിയത് എന്തോ അത് കഴിക്കും. പക്ഷെ എനിക്ക് തേങ്ങ ചേർത്ത ഒരു ഭക്ഷണവും എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്ക് മാറ്റി വെച്ചിട്ടാണ് അവർ കുക്ക് ചെയ്യും തേങ്ങ ചേർക്കണമെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ചേച്ചി പറയൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇനി കഴിക്കാൻ സമ്മതിച്ചില്ലായിരുന്നല്ലോ, ഇപ്പൊ കണ്ട എനിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. കഴിക്കും, പക്ഷെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. അപ്പൊ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ഡിഷസും ഇഷ്ടമില്ലായിരിക്കും. ഇഷ്ടമില്ലെന്നല്ല, എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഐശ്വര്യയുടെ ഏറ്റവും വേസ്റ്റ് ചോക്ലേറ്റ് ബൗണ്ടി ആയിരിക്കും. ബൗണ്ടി എനിക്ക് ഇഷ്ടമില്ല. ഐശ്വര്യ ഏറ്റവും ദേഷ്യം വരുന്നത് ബൗണ്ടി തന്നാലായിരിക്കോ? കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അത് മാത്രം മതി. ഏതാ ഫേവറേറ്റ് ചോക്ലേറ്റ്? ഏതാ? എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാലേ ഫേവറേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ ഫേവറേറ്റ് എനിക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ വിചാരിക്കും ബൗണ്ടി കണ്ടുപിടിച്ചാലെ വെടിവെച്ച് ഷൂട്ട് ചെയ്യണം സ്പോട്ടില്. അതെ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ പ്ലേസസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം നമ്മുടെ നാട്ടില് കേരളത്തില് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് മൗണ്ടൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ സമയം കിട്ടുമ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ ചോദിക്കല് ആൾക്കാരൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ടൈം ചോദിക്കാം എന്താണ് ഇനി ഒന്ന് കൊണ്ടുവരാത്ത. അങ്ങനെ അവിടെ അടിക്കാനൊക്കെ വരുന്നത് ഒന്നും കൊണ്ടുവരില്ല. കുക്ക് ചെയ്യും, ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യും. റയറായിട്ട് കൊണ്ടുവരും സെറ്റിലോട്ട്. റയറായിട്ട് കൊണ്ടുവരും. എന്താണ് ഐശ്വര്യന്റെ സ്പെഷ്യൽ? എന്താണ് കുക്കിംഗ്? കുക്കിംഗ് ഞാൻ വെജ് നോൺ വെജ് എല്ലാം കുക്ക് ചെയ്യും. പക്ഷെ ഞാൻ കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് മട്ടൻ ചുക്ക ആണ്. മട്ടൻ ചുക്ക എല്ലാവരും മാസ്റ്റർ പീസ്. മട്ടൻ ചുക്ക, പിന്നെ പൂണ്ട് കുഴമ്പെന്ന് പറയും. പൂണ്ട് കുഴമ്പ്, ഗാർലിക് ഗ്രേവി. തമിഴ്നാട്ടിന്റെ ഒരു ഇതാണ് പൂണ്ട് കുഴമ്പ്. സോ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ മൂവീസ് ഒക്കെ എങ്ങനെ? മലയാളം മൂവീസ് ഒക്കെ ഇഷ്ടമാണോ? ഞാൻ മലയാളം മൂവി കാണും. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവരാണ് ഇഷ്ടം അങ്ങനെ ഇല്ല. എല്ലാവരുടെ അഭിനയം ഇഷ്ടമാണ്. ഓരോരോ അഭിനയമല്ലേ കാണിക്കണേ. അത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം. നമ്മള് ഐശ്വര്യയുടെ പേര് ഈ ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എന്നെ കുറെ ചാനലിൽ ഇരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്റർവ്യൂവിന് വേണ്ടി. ഐശ്വര്യ എങ്ങനെ പോണു? ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ പോണക്കാര് അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ പുറത്ത് പറയാൻ പാടില്ല. എന്നാലും കുഴപ്പമില്ല, ഐശ്വര്യ ഒന്ന് ഇന്റർവ്യൂ കൊടുക്ക്, ഏത് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ആവണമെന്ന് പറ, അപ്പോൾ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളാം, ഒന്നും വിഷമിക്കണം. ഞാൻ പറഞ്ഞു അയ്യോ ശരിക്കും ഞാൻ പോകുന്നില്ല പറഞ്ഞു. അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂ കൊടുത്തു, ഇങ്ങനെ ഞാൻ പോകുന്നില്ല. അതെ. ശരിക്കും ഐശ്വര്യക്ക് ഡൗട്ട് തോന്നി, ഇനി എന്നെ വിളിക്കുവോ വിളിക്കുവോന്നൊക്കെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പോവാനായിട്ട്? എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇൻട്രോവേർട്ട് ആണ്. എനിക്ക് ആൾക്കാരുടെ അടുത്ത് എനിക്ക് വഴക്ക് കൂടാനും വയ്യ. എനിക്കങ്ങനെ പറ്റൂല. ഞാൻ അവിടെ പോയാൽ അവർ തന്നെ എന്നെ പുറത്താക്കും. ഇൻ കേസ് പോകുവാണെങ്കിൽ എത്ര ദിവസം അവിടെ നിൽക്കാനാ ചാൻസ്? അറിയില്ല. ഞാൻ പെട്ടെന്ന് ആൾക്കാരോട് മിങ്കിളാവുന്ന ആളല്ല. കുറച്ച് ടൈം എടുക്കും. സീസൺ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണുന്ന ആളില്ല. തമിഴായാലും മലയാളം ആയാലും ഈ റീൽസ് ഒക്കെ കാണുമ്പോ ഏതെങ്കിലും വരുമല്ലേ, അങ്ങനെ കാണും. അല്ലാതെ കുത്തിയിരുന്ന് ടിവിയിലെ കാണാതെ അങ്ങനെ കാണാറില്ല. എന്താണ് ഐശ്വര്യയുടെ ഹോബീസ് ഒക്കെ? എന്തൊക്കെയാ ഹോബീസ് എന്ന് പറയുമ്പോൾ ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ പെയിന്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്. ശരിക്കും ഇതിലെ പോലെ പടം വരയ്ക്കോ? നമ്മുടെ സീരിയലിൽ ഏതെങ്കിലും ഡ്രോയിങ് റിയലിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് സമയം കിട്ടൂല. ഓൾറെഡി ആർട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് വെച്ചിട്ട് സീൻ റെഡി ആവുമ്പോൾ നമ്മൾ അത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യും.
അതാണ് നമ്മളിരുന്ന് വരയ്ക്കാനുള്ള ആ സമയം കിട്ടൂലല്ലോ. അതെ 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 അതെ. സോന ഇല്ല ഇവിടെ, കുട്ടി പാറു. അപ്പൊ അവളുടെ കൂടെയുള്ള ഒരു കോംബോ എങ്ങനെയാണ്? അവളെന്നെ അമ്മ എന്നാണ് വിളിക്കും, ഐഷമ്മ അങ്ങനെയാണ് വിളിക്കും. നിങ്ങളൊരു റീല് ഞാൻ കണ്ടിരുന്നു, മറ്റേ നിങ്ങൾ രണ്ടാളൂടെ ഒരു തമിഴ് പാട്ടിന്റെ മറ്റേ ഒരു ഇത് ചെയ്തില്ലേ? കൊറേ ചെയ്തിട്ടുണ്ട്. അമ്മ എന്നാ സ്കൂളിലെ പോലെ. അത് ഭയങ്കര വൈറലായി. അതൊക്കെ സെറ്റില് വെച്ചിട്ട് ഓൺ ദ സ്പോട്ട് വരുന്ന സാധനമാണോ? അതെ അതെ. അവള് വിളിക്കും, ഐഷമ്മ വാ നമുക്ക് എന്തെങ്കിലും റീൽ ചെയ്യാന്ന് വിളിക്കും. ഓക്കെ ഡി, ഏത് ചെയ്യാം, ഇത് കൊല്ല, ഇത് ചെയ്യാന്ന് പറയും. അങ്ങനെ വെറുതെ ചെയ്യുന്നതാണ്, വെറുതെ ആയിട്ട് അതെ അതെ ചെയ്യുന്നതാ. ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാ? എന്റെ അമ്മയ്ക്ക് അവരുടെ കുഞ്ഞിനാളിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്. സോ എന്റെ ചേച്ചിമാർ രണ്ടുപേരും ആക്ട്രസ് ആണ് തമിഴില്. സോ അങ്ങനെ ഞാനും കയറി വന്നു. അപ്പം ഭയങ്കര സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടൊക്കെ ഭയങ്കരമാണ്. ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ വരാറുണ്ടോ, ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഫാമിലി ആയിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ അമ്മ നാട്ടിൽ പോയിരിക്കുവാണ്. ഇവിടെ സ്കെഡ്യൂൾ തീരുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. അങ്ങനെ. അതെ അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം അവിടുത്തെ ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലെ ഫ്രണ്ട്സ്, അവരൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ സീരിയല് ഇതൊക്കെ കാണാറുണ്ടോ? തമിഴ്നാട്ടിലെ ഏഷ്യാനെറ്റ് അത്രയ്ക്കും കാണുന്ന ആളല്ല. പിന്നെ ഞാൻ സ്റ്റോറി ഇടുന്നതും പിന്നെ എൻ്റെ പോസ്റ്റൊക്കെ കാണുന്നതും അങ്ങനെ കാണും. അല്ല, അവർക്ക് അറിയാലോ ഇവിടെ ഇങ്ങനെ ഭയങ്കര, അതൊക്കെ അറിയാം. ഫാൻസ് കൂടുതൽ എവിടെയാ ശരിക്കും? ഇവിടെ കേരളയിൽ തന്നെയാണ്. കേരളത്തിൽ തന്നെയാ. ഫ്യൂച്ചറിൽ സെറ്റിൽ ആവാൻ ആഗ്രഹമുണ്ടോ ഇവിടെ? ഫ്യൂച്ചറിൽ എനിക്ക് ഈ സ്ഥലത്തിൽ സെറ്റിൽ ആകണമെന്നോ അങ്ങനെ ഓരോ സ്ഥലവും എനിക്കില്ല, ഒരു ഐഡിയ ഇല്ല. ഞാൻ എവിടെ ആയിരിക്കും എനിക്ക് തന്നെ ഒരു പിടിയില്ല. ലൈഫ് അൺപ്ലാൻഡ് ആയിട്ട് പോകുന്ന അങ്ങനെ ഒരാളാണ് ഞാൻ. ഇതാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പ്ലാൻ ചെയ്യൂല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നതും ഒക്കെ അൺപ്ലാൻഡ് ആയിരുന്നോ? അതെ അതെ, അൺപ്ലാൻഡ് ആയിരുന്നു. അപ്പൊ ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ പ്രൊഫഷൻ? അതങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. മേ ബി എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരു ഷെഫായിരിക്കാം, ഷെഫ് ആവാനായിരിക്കും താല്പര്യം. അപ്പം ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഇതേപോലെ എന്താ പറയാ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ? ഡ്രോയിങ്, പെയിന്റിങ്. പിന്നെ സ്പോർട്സില് ലോങ് ജമ്പ്. സ്പോർട്സ് ഗേൾ ആണ്. അങ്ങനെയല്ല, ഇങ്ങനെ ചോദിക്കുമ്പോൾ ആക്ടിവിറ്റീസ് ചോദിക്കുമ്പോൾ സ്കൂൾ ടൈമിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റൂട്ടിൽ പോയിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ വിളിക്കും. മൗനരാഗത്തിൽ തന്നെ ഏതെങ്കിലും, ജസ്റ്റ് ഫോർ ഫൺ ചോദിക്കുക, ഏതെങ്കിലും ഒരു സീൻ, ആ സീൻ റീറൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കിട്ടിയാൽ അത് ഏത് സീനായിരിക്കും ചെയ്യുന്നത്? പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അല്ല, അങ്ങനെ ഒന്നുമില്ല, ഒരു സീൻ പോലും ഇല്ല. ഇത് റീറൈറ്റ് ചെയ്തിരിക്കാം, ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. ഈ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാൻസ് ഒക്കെ വന്നിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ അയ്യോ ഇത്രയ്ക്ക് സ്നേഹം അങ്ങനെ ഞെട്ടിപ്പോയ സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പോ ഡേ ബിഫോർ യെസ്റ്റർഡേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയായിരുന്നു. അപ്പൊ ഒരമ്മ എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവർ നെർവസ് ആയി. കൈയൊക്കെ ഇങ്ങനെ അയ്യോ ഞാൻ ശരിക്കും കാണുന്നുണ്ടോ എന്തെങ്കിലും തൊട്ട് കട്ടിപ്പിടിക്കട്ടെ അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും ഇഷ്ടായോ എന്നെ, അങ്ങനെ ഒരു ഇത് തോന്നി. അവർ പറഞ്ഞു ഞാൻ അമ്പലത്തിലേക്ക് വന്നത് എന്റെ ഭാഗ്യമാണ്, എന്നെ കണ്ടത് ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇത്രയും വലിയ വാക്കുകളൊക്കെ അവർ യൂസ് ചെയ്യുന്നല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി പോയി. ഭയങ്കര